യഥാർത്ഥത്തിൽ സജി ചെറിയാന്റെ വാക്കുകൾ നമ്മൾ വിശകലനം ചെയ്യുകയോ അതിന് അർത്ഥം കണ്ടെത്തുകയോ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. സജി ചെറിയാൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടില്ല, ഒരിക്കലും അല്ലതാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇക്കാലം അത്രയുമുള്ള വാചകടികൾ, അത് ഭരണഘടന കുന്തവും കുടച്ചക്രമാണെന്ന് പറയലോ, കാസർകോട്ടെയും മലപ്പുറത്തെയും പേരുകൾ നോക്കൂ എന്ന് പറയലോ, ഒക്കെ തന്നെ നമുക്ക് വളരെ 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 ക്ലിയറാണ് എത്രമാത്രം അരാഷ്ട്രീയവാദിയാണ് സജി ചെറിയാൻ. ആ സജി ചെറിയാൻ ജി സുധാകരൻ എന്ന 63 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും 40 വർഷം സംസ്ഥാന കമ്മിറ്റി ആയിരുന്ന സുധാകരനെതിരെ ഇപ്പൊ പറയുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല. സജി ചെറിയാൻ ഏത് രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആണെന്ന്, സജി ചെറിയാൻ ഇപ്പോൾ ഇതിന്റെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത്ര വിവരം കേട്ടവരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ആ സജി ചെറിയാനാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പാർട്ടി വിട്ടുപോയവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, പക്ഷേ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല. എന്തൊരു കൃത്യതയാണ്! സജി ചെറിയാൻ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആണോ അല്ലയോ എന്നറിയാനുള്ള എന്തു മാനദണ്ഡം അദ്ദേഹത്തിൻ്റെ ഉള്ളത്? ഈ പാർട്ടി ഇത്രയ്ക്കും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായി, ജനവിരുദ്ധമായി മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ തലപ്പത്തിരുന്ന് അതിൻ്റെ ചില ഗുണങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ മാത്രമല്ലേ സജി ചെറിയാൻ? പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നെങ്കിൽ സജി ചെറിയാൻ ഇതിൽ മെമ്പർ പോലും ആവില്ല, ഞാൻ ഉറപ്പായി പറയും. കാരണം സജി ചെറിയാന്റെ പ്രവർത്തനങ്ങളും രീതികളും സംസാരങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ സജി ചെറിയാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് സജി ചെറിയാന്റെ സർട്ടിഫിക്കറ്റ് ജി സുധാകരൻ ആവശ്യമില്ല. മാത്രമല്ല, ജി സുധാകരൻ മാത്രമല്ലല്ലോ, ഇപ്പൊ ടി കെ ഗോവിന്ദൻ പോയി, വി കുഞ്ഞികൃഷ്ണൻ പോയി, ഐഷ പോറ്റി പോയി, വി കെ ശശി പോയി, എസ് രാജേന്ദ്രൻ പോയി, ഇങ്ങനെ നിരവധി വളരെ സമുന്നതരായ നേതാക്കൾ സി പി എം വിട്ടുപോയി. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ല, അല്ലെങ്കിൽ മുമ്പ് പോയവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പൊ പോയൊരു കമ്മ്യൂണിസ്റ്റ് ആരാ? കെ ആർ ഗൗരിയമ്മയെ കുറിച്ചാണോ പറയുന്നത്? അതോ എം വി രാഘവനെ കുറിച്ചോ? ആരെക്കുറിച്ചാണ് ഇയാൾ പറയുന്നത്? ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്താ അറിയുക? ആ അർത്ഥത്തിൽ ജി സുധാകരനെ കുറിച്ചുള്ള പരാമർശം വളരെ വളരെ വില കുറഞ്ഞതും അദ്ദേഹം കണക്കിലെടുക്കേണ്ടാത്തതുമാണ്. ഇനി മറ്റൊന്ന്, അദ്ദേഹം കെ സി വേണുഗോപാലുമായി 1.5 വർഷം മുമ്പ് കരാറുണ്ടാക്കിയിരുന്നു. എന്തൊരു കഥയാണ്! 1.5 വർഷം മുമ്പ് കരാറുണ്ടാക്കി എന്നുള്ളത് ജി സുധാകരന്റെ ഈ വിവരം ഇപ്പോഴാണോ സജി ചെറിയാന് കിട്ടുന്നത്? ഉരുക്കുപോലുറച്ച സംഘടനയുള്ള ഒരു പാർട്ടിയല്ലേ സജി ചെറിയാൻ മന്ത്രി ഇത്? എന്നിട്ട് എന്തേ ഇതുവരെ അറിയാഞ്ഞ്? അതോ ഇതറിഞ്ഞിട്ടും മൂടി വെച്ചു, ഇയാളെ കൂടെ കൊണ്ടുവന്നു? ഇതല്ല പ്രശ്നം. തന്നേക്കാൾ വിവരവും അറിവുമുള്ള ഒരാൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കുന്ന നേതാക്കളാണ് ഇപ്പൊ സി പി എമ്മിന്റെ തലപ്പത്തിരിക്കുന്ന പലരും. അത് മുഖ്യമന്ത്രി അടക്കം. തന്നേക്കാൾ സ്വാധീനമോ വിവരമോ ഉള്ള ആളുകളോട് വരാൻ പാടില്ല. അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും സുധാകരൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ക്രിമിനലുകൾ നയിക്കുന്ന പാർട്ടിയാണ്, ക്രിമിനലിസം ഉണ്ട് ഈ പാർട്ടിയിലെന്ന്. അതിനെപ്പറ്റി എന്താ മറുപടി പറയാത്തത്? മറുപടി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ സുധാകരൻ ആരെങ്കിലും ആയിട്ട് സംസാരിക്കാതിരിക്കുകയെ എന്ത് വേണ്ടി ചെയ്യട്ടെ? ഈ പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സുധാകരന് പ്രായമായി എന്ന് പറഞ്ഞിട്ടാണല്ലോ മേടിച്ച്. പ്രായം എത്ര പേർ മത്സരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി അടക്കം. അപ്പോ ഓൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ എന്ന ഓർവേലിയൻ തത്വമാണോ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്? എല്ലാവർക്കും ഒരു നീതിയല്ലേ വേണ്ടേ? എന്തായാലും ജി സുധാകരനേക്കാൾ പ്രായമുള്ള മുഖ്യമന്ത്രിയും ഒക്കെ മത്സരിക്കുമ്പോൾ അവർ 2 പ്രാവശ്യം കഴിഞ്ഞൊരു പാടില്ല, 3 പ്രാവശ്യം കഴിഞ്ഞൊരു പാടില്ല, അവർക്കൊക്കെ കൊടുത്തല്ലോ. അപ്പൊ ഞങ്ങൾക്ക് എന്തും തീരുമാനിക്കാം, നിങ്ങൾക്ക് തത്വദീക്ഷയുടെ പ്രശ്നമില്ല. അതുകൊണ്ട് ജി സുധാകരനെ കുറിച്ച് സജി ചെറിയാൻ പറയുന്നത് വളരെ വളരെ നമുക്ക് തള്ളിക്കളയാവുന്ന. ഇനി പ്രശ്നം അതൊന്നുമല്ല. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ജയിച്ചാൽ സി പി എമ്മിന് അടിയെന്നല്ല, നിറന്തലിക്ക് കിട്ടുന്ന അടിയാണ്. ഞാൻ കണക്കാക്കുന്നത് ജി സുധാകരന്റെ ഇൻഫ്ലുവൻസ് അമ്പലപ്പുഴയിൽ മാത്രമായി നിൽക്കില്ല. ഏറ്റവും ചുരുങ്ങിയത് കുട്ടനാടും കായംകുളത്തും ഹരിപ്പാടും ഒക്കെ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ പല മണ്ഡലങ്ങളിലേക്ക് അത് പോകും. മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ, ഇടതുപക്ഷ അനുഭാവികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സുധാകരനെ പോലെ സത്യസന്ധനായ ഒരു മന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് പോലും അഭിപ്രായമല്ലോ സുധാകരൻ അഴിമതിക്കാരനാണെന്ന്. സജി ചെറിയാൻ ഇനി അതും കൂടെ പറയാനുള്ളൂ. പറഞ്ഞോളൂ സജി ചെറിയാൻ, നിങ്ങൾക്ക് വലിയ തിരിച്ചടി അമ്പലപ്പുഴയിൽ കിട്ടുമെന്ന് ഉറപ്പായതിൻ്റെ ജൽപ്പനമാണ് ഈ പറയുന്നത് എന്നാണ് ഞാൻ കാണുന്നത്.